Watch full episodes on Jio Hotstar. പൊളിക്കടുത്തല്ല. എന്റെ അഭിപ്രായത്തില് നമ്മളെല്ലാവരും ഹോങ്കോങ്ങിലേക്ക് പോയിട്ട് ചുറ്റിക്കറങ്ങി വരണമെന്നാണ്. എന്റെ രോഗികളാണ് സത്യം. കസേട്ടാറ പറഞ്ഞത് ശരിക്കും ശരിയാണ്. ഓ ചങ്ക്, നീ മിസ്റ്റർ മോങ്കിന്റെ 100 കോടിയാ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മിസ്റ്റർ മോങ്ക് നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ചങ്ക്. ശരി, നമുക്ക് പോകാം അല്ലേ മോട്ടു? ഒളിച്ചേ, എല്ലാവർക്കും ആഗ്രഹമുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? എന്നാ വരും പോകാം. ഹോങ് 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 കോങ്. വരൂ വരൂ സാറുമാരെ, ഞാനാണ് ലക്കി ഗായ്. ഈ ഹോങ്കോങ് മൊത്തം ഞാൻ ചുറ്റിക്കാണിക്കാം. പ്ലീസ് എന്റെ ടാക്സിയിലേക്ക് കയറൂ. ഈ ലക്കി ഗായുടെ ടാക്സിയിൽ കയറിയാൽ നിങ്ങൾക്ക് മൊത്തം ലക്കായിരിക്കും. ലക്ക്, ഞാൻ പറഞ്ഞത് സത്യം കേട്ടോ സാറേ. കേറിക്കോ കേറിക്കോ, വരൂ വരൂ. നിൽക്കൂ. അതെ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പൊളിക്കടുത്തല്ല, താൻ എന്ത് പണിയെ കാണിക്കുന്നത്? കേറിക്കോ, വേഗം കേറിക്കോ. എന്റെ അമ്മോ! ചിങ്കം സാറേ, ഒന്ന് വേഗം അകത്തോട്ട് കേറ്. അകത്തേക്ക് ചെല്ല്, ഞാനിത് ഇപ്പൊ അടയ്ക്കാം. എന്റെ അമ്മോ! കേറിയിരിക്ക്. വിട്ടോ, ആദ്യം നല്ലൊരു ഹോട്ടലിലേക്ക് വണ്ടി വിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട്. ശരി, എന്താ പറ്റിയേ? എന്നാ വണ്ടി വിട്ടോ. ചങ്ക്, ഇതെന്താ ഇത്? ശരിയാക്കി തരാം. ഓ, ഈ പണ്ടാരം പിടിച്ച ഡോർ അടയുന്നു ഇതല്ലോ. ഡോണ്ട് വറി, ഞാൻ പിടിച്ചോണ്ട് ഓടിച്ചോളാം. ലക്കി ഗൈ ഡോറ് ശരിക്കും മുറുക്ക പിടിച്ചോണേ, അല്ലെങ്കിൽ തുറന്നു പോകും. ഓ, ഡോണ്ട് വറി. ഡോർ ചീത്തയാണെങ്കിൽ ഇപ്പൊ എന്താ, വണ്ടി മൊത്തം ചീത്തയല്ലേ. നിങ്ങളിപ്പോ ലക്കി ഗൈയുടെ കൂടെയാണ്. നീഹ സൂക്ഷിച്ചു വിട്ടോ. പൊളിക്കടുത്തല്ല.
എന്താണത്? പൊളിച്ചെടുത്തല്ലോ. ആരാണത്? എന്താണത്? ഇവിടൊക്കെ കാറിൽ ടൈഗറിനെയാണല്ലോ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നത് പോലെ. ഇത് ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ഡോൺ ഡെവിളാണ്. ഈ ഹോങ്കോങ് മൊത്തം അയാളുടെ കൺട്രോളിലാണ്. യു ഡോണ്ട് വറി. നിങ്ങളുടെ കൂടെ ഈ ലക്കി കൈ ഉണ്ടല്ലോ. ഇയാൾ എന്തായി കാണിക്കുന്നത് വലിയേട്ടാ? നിങ്ങൾക്ക് എന്റെ ബാഗത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇതുപോലെ എന്റെ കൂടെ കാറിൽ കറങ്ങാൻ വന്നിട്ട് അയാൾക്ക് ലോട്ടറി അടിച്ചു. മറ്റൊരാൾക്ക് ഡയമണ്ട് റിങ് കിട്ടി. എന്റെ കൂടെ വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നോക്കിക്കോ. അതെ അതെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? പിടിച്ചിരിക്കേ, കൈവിട്ടേക്കല്ലേ. രക്ഷിക്കണേ. മോട്ടു നോക്കിയിരിക്കാതെ സ്റ്റിയറിംഗ് പിടിക്കേ. അതെ എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? സ്റ്റിയറിംഗ് പിടിച്ചിരിക്കാനല്ലേ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്? മറന്നുപോയോ? സ്റ്റിയറിംഗ് പിടിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം കാറ് നേരെ ഓടിക്കാനാണ്. മുന്നിലേക്ക് നോക്കി നേരെ കാർ ഓടിക്കേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. നിങ്ങളിപ്പോ ലക്കി കൈയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല. ലക്കി കൈ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോ രക്ഷപ്പെട്ടത്. പൊളിച്ചെടുത്തല്ലോ. താൻ പറയുന്ന ഒരു ആപത്തും സംഭവിക്കില്ലാന്ന്. ഞങ്ങളെങ്ങാനിപ്പോ ഫ്ലൈ ഓവറിന് താഴെ വീണിരുന്നെങ്കിൽ നേരെ ഞങ്ങൾ മുകളിലേക്ക് പോയിരുന്നേനെ. പക്ഷെ നമ്മള് വീടിലുള്ള സാറേ. ഈ ലക്കി കൈ കൂടെ ഉള്ളപ്പോ ബാഡ് ലക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വഴക്ക് കൂടുകയാണോ അതോ കബഡി കളിക്കുകയാണോ? ബാഗ് മേടിക്കണോ പെട്ടെന്ന്? ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. പറ്റുന്നില്ല. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമില്ല. കരുണ, ഇതിന്റെ ലക്ക് കാരണം ഉണ്ടായതാണ്. ലക്കി കൈ എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇതും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കും. എന്റെ അമ്മോ, ഞാനിവിടെ ഫയർ ചെയ്തില്ലല്ലോ. ഫയർ ചെയ്യാതെ മരത്തിന് ഇളനീര് വീഴുന്നത് വളരെ അത്ഭുതം തന്നെ. വാവ് മോട്ടു, നീയൊരു വലിയ കാര്യമാണ് ചെയ്തത്. ഞാനിത് മിസ്റ്റർ മോന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോളൂ. കാരണം ഡെവിളിന്റെ എല്ലാ ആൾക്കാരും പോലീസും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. എന്നിട്ട് എന്റെ ബോസിന്റെ കൂടെ നിൽക്കാം. നമുക്ക് അന്നേരം ഒരുപാട് സെൽഫി എടുക്കണം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നഗരത്തിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജനജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇനിയും തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. പൊളിച്ചെടുത്തല്ലോ. എനിക്കെന്തോ ആകെ പേടിയായിട്ട് വയ്യ. ആ ഡെവിളിന്റെ ആൾക്കാരെങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാ പിന്നെ
പൊളിക്കടുത്തല്ലോ. ആരെങ്കിലും ഒന്ന് താഴേക്ക് ഇറക്ക്. എന്റെ അമ്മോ. എന്റെ നടുവ്. കണ്ടില്ലേ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഇത് ലക്കികയുടെ ഭാഗ്യമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഹോങ്കോങ്ങിലെ പ്രസിദ്ധനായ ബിസിനസ്മാനും മാന്യനുമായ മിസ്റ്റർ ഡോണിനെ കുറച്ച് ഗുണ്ടകൾ കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ രേഖകളും അവർ മോഷ്ടിച്ചിരിക്കുന്നു. മിസ്റ്റർ ഡോൺ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹോങ്കോങ്ങിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും ഹോങ്കോങ്ങിൽ ദരിദ്രനായി ഇരിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഹോങ്കോങ്ങിനെ കുറ്റവിമുക്തമാക്കുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇവര് ഡെവിളിനെ കുറിച്ച് നല്ലതാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാനല് മിസ്റ്റർ ഡെവിളിന്റെ തന്നെ ആയിരിക്കണം. നോ 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 മിസ്റ്റർ ഡെവിൾ ഇതല്ല, ഇത് മിസ്റ്റർ ഡോങ്ലിയാണ്. വളരെ നല്ല മനുഷ്യനാ. ഈ പാവത്തിന്റെ എല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഡെവിളിന്റെ പണിയായിരിക്കും. അപ്പം മിസ്റ്റർ ഡെവിൾ എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും കരുതുന്നത് ഈ പ്രവൃത്തി മിസ്റ്റർ ഡെവിളിന്റെ ആണെന്നാണ്. മിസ്റ്റർ ഡെവിൾ, അതായത് മിസ്റ്റർ മോങ്കിന്റെ. ഇതാണ് മിസ്റ്റർ ഡെവിൾ. അപകടം പിടിച്ച മനുഷ്യനാ. അയാളുടെ കയ്യില് ഒരു ടൈഗർ പെറ്റുണ്ട്. മിസ്റ്റർ ഡോൺ ഡെവിളിനെ പേടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ്. ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഡെവിൾ അദ്ദേഹത്തെ തീർത്തു കളയുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ഡെവിൾ ഈ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആരോ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തയച്ചതാണ്. ഇയാളെ കാണാനല്ലേ നമ്മൾ മുമ്പേ പോയത്. താടി ഉള്ളത് കൊണ്ട് എനിക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മോട്ടു പതലു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? നോ 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 നോ. ചതി, ഇത്രയും വലിയ ചതി. മോഗ്ലി, ഡെവിൾ എവിടെ? മുന്നിലേക്ക് വാ. നിന്റെ ശരിക്കുള്ള മുഖം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. മുന്നിലേക്ക് വരൂ ഡെവിൾ. പൊളിക്കടുത്തല്ലോ. Tiger, stop! Tiger, അകത്ത് പോകൂ. ഓ, അപ്പൊ നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. കഷ്ടമായി പോയി. നിങ്ങൾ വാസ്തവം മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇനി ഇപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു ഗെറ്റപ്പിന്റെ ഒരു ആവശ്യമില്ല. എന്തിന്? നീ എന്തിനായിരുന്നു ഞങ്ങളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിച്ചത്? മിസ്റ്റർ ഡോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചൂടായിരുന്നോ? അറിയാം. ഞാൻ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഫുർഫുരി നഗറിൽ എന്തിനാ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ എന്റെ മേലെ മിസ്റ്റർ ഡോൺ കാരണം പോലീസിന്റെയും ഗവൺമെന്റിന്റെയും പ്രഷർ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അവിടുത്തെ ആളുകൾ വിഡ്ഢികളുമായിരിക്കണം, ദുർബലരുമായിരിക്കണം. അപ്പൊ എനിക്ക് അവിടെ എന്റെ താവളം നിർമ്മിക്കാൻ കഴിയും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ലോകം മുഴുവൻ ഭരിക്കാനും കഴിയും. ഇനി നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ഈ ജോലി നിന്നെ കൊണ്ട് എന്തിനാ ചെയ്യിച്ചെന്ന്? ഉത്തരം വളരെ സിമ്പിൾ. നിന്റെ ഏറ്റുമുട്ടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ആൻഡ് വെരി ഓർത്തഡോക്സ്. അതാണ് ഒരു സർപ്രൈസ് വെപ്പൺ. അതിനുവേണ്ടി ഡോണിന്റെ ആൾക്കാര് ഒരിക്കലും റെഡി അല്ലായിരുന്നു. ആ പാവം വിഡ്ഢികൾക്ക് കൺവെൻഷണൽ ഫൈറ്റിംഗ് അല്ലേ അറിയൂ. അതും പോരാതെ എന്റെ എല്ലാ ആൾക്കാരെയും അവര് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പുതിയ ആള് തന്നെ വേണമായിരുന്നു. ഇനി നിന്നേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ഞാൻ വിഡ്ഢിയാക്കിയത്. നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, ബുദ്ധിയുള്ളവന്മാരാണ്. മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ അത് മുതലെടുത്ത് ഞങ്ങളെ വിഡ്ഢികളാക്കി അല്ലേ? നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ഫുർഫുറി നഗറിലെ ജനങ്ങൾ ഭീരുക്കളല്ല, മറിച്ച് ധൈര്യശാലികളാണ്. അത് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് തെളിയിച്ച് കാണിച്ചു തരാം, കേട്ടോ? മിസ്റ്റർ ഡെവിൾ, ഞാൻ നിനക്ക് തന്ന ആ ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും. ഓക്കെ? സർബത്തിന്റെ കൂടെ സമൂസയും കഴിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ആ ക്ഷീണമൊക്കെ എനിക്കും തോന്നുന്നുണ്ട്. മുകളിലേക്ക് പോയിട്ട് രസഗുല്ല കഴിച്ചില്ലെങ്കിൽ എന്റെ ഷുഗർ കുറഞ്ഞു പോണ്ടാ. ഇത്ര ഇഡ്ഡലി കഴിച്ചിട്ടും ശക്തി മുഴുവനും കുറഞ്ഞു പോയി. ചട്ടിനിയാണ് സത്യം.
നിങ്ങളൊക്കെ എങ്ങനെയാ ആദ്യം ഇങ്ങ് എത്തിയത്? ഓ, മുകളിലേക്ക് വരാൻ വണ്ടി വരുന്ന വഴിയുണ്ടായിരുന്നു. ഞങ്ങള് അതിലെയാ വന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റെപ്പ് വഴി കയറിയത്. എനിക്കൊന്നും അറിയില്ലായിരുന്നേ. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നെ ഒന്നും വെറുതെ വിടില്ല, വെറുതെ വിടില്ല. പിടിക്ക്, അവനെ പിടിക്ക്. നിങ്ങളോടാണോ കളി? അത് കണ്ടോ, അതാണ് ബോൺലെസ് മാസ്റ്ററുടെ വീട്. വരൂ. നമുക്ക് ബോൺലെസ് മാഷിന്റെ അടുത്ത് പറയാലോ ഞാനൊരു ഹിം നരേഷിന്റെ സ്റ്റുഡന്റ് ആണെന്ന്. അത് കേട്ടോടനെ മാഷിന് സന്തോഷമായി ഇതിന് സമ്മതിക്കുകയും ചെയ്യും. ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അങ്ങനെ ഒന്നും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ബോൺലെസ് മാസ്റ്ററെ പോലുള്ള ആൾക്കാർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ഇഷ്ടമായിരിക്കില്ല. അതറിയാമോ? അവര് കാൻഡിഡേറ്റ്സിന്റെ കഴിവ് നോക്കി മാത്രമേ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ ചങ്കേ. വലിയേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. നമ്മളതൊന്നും പറയാൻ പാടില്ല. അതാ ചേട്ടാ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ്ഡ്. ഞാൻ ഉദ്ദേശിച്ചത് മാസ്റ്റർ വീട്ടിലുണ്ടോ? ഞങ്ങൾക്ക് ഒന്ന് കാണണമായിരുന്നു. ഹലോ, ഐ എം കാങ്. എന്റെ പേര് ജി കാങ് എന്നാണ്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എനിക്ക് മലയാളം കുറച്ച് അറിയൂ. പൊളിച്ചടുത്തല്ലോ. ഇയാള് സംസാരിക്കുന്ന മലയാളം മുഴുവൻ തെറ്റാണ്. എന്നിട്ടാണോ പറയണ കുറച്ച് അറിയാമെന്ന്? അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ശരിക്കും മലയാളം അറിയില്ലെന്നാ. അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മലയാളം ഞങ്ങൾ ശരിയാക്കി തരാം. ഓഹോ, എന്റെ ഇംഗ്ലീഷ് ഗുഡ്, പക്ഷെ മലയാളം അറിയില്ല, ഒട്ടും അറിയില്ല. നിങ്ങൾ എന്റെ മലയാളം പഠിക്കുമോ? നീ ഇങ്ങനെ അരിയുടെ കാര്യമൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. അല്ലെങ്കിൽ തന്നെ വിശന്നിട്ട് വയ്യ. എന്റെ മോട്ടു, നീ ഒന്ന് അടങ്ങിയിരിക്കേ. ഓക്കെ, ഞങ്ങൾ പഠിപ്പിച്ചോളാം. ആദ്യം മാസ്റ്റർ ജിയെ ഒന്ന് വിളിക്കാമോ? ആഹാ, ഓക്കെ, ഇപ്പൊ വിളിക്കാം. മാസ്റ്റർ! ആരാണ് നിങ്ങൾ? എന്തിനാണ് വന്നത്? എനിക്ക് അവന്റെ അടുത്ത് പകരം ചോദിച്ചേ പറ്റൂ. എനിക്കവനെ ഇടിച്ചിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടണം. അവന്റെ അഹങ്കാരം എനിക്ക് അവസാനിപ്പിക്കണം. വെറുതെ വിടൂല, ഞാൻ അവനെ വെറുതെ വിടൂല. എന്നോട് അവൻ ക്ഷമിക്കാൻ പറ്റാത്ത ചതിയാണ് കാണിച്ചത്. തന്റെ ട്രെയിനിങ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇനി വേണ? നിന്റെ കോപം ശാന്തമായോ? ശരീരം മുഴുവനും ശാന്തമായിരിക്കുന്നു. ദേഷ്യത്തിന് പിന്നെ എവിടെയാണ് സ്ഥലം? യെസ്, മനസ്സിനെ ശാന്തമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കുങ്ഫുവിൽ കോപത്തിന് യാതൊരു സ്ഥാനവുമില്ല. അത് ചെയ്യേണ്ടത് ആത്മവിശ്വാസത്തോടെയാണ്, ഫോക്കസ് ആൻഡ് ഫെയ്ത്തോടുകൂടി. എന്റെ ആദ്യത്തെ ഗുരു ഹിം നരേഷും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നോട്. നീ നരേഷിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല?
ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടായിരുന്നു. ഹിം നരേഷ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാറേ ഒരു മിനിറ്റ്, എനിക്ക് ഡോക്ടർ ജഡ്കേയുടെ അടുത്ത് ഒരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. വലിയേട്ടാ, എന്റെ കൂടെ ഒരു മിനിറ്റ് ഒന്ന് സൈഡിലേക്ക് വരാമോ? മോട്ടുവിന്റെ ചങ്ക, ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് എങ്ങനെ അറിയാന് ചങ്ക, ഇയാൾക്ക് ഹിംനരേഷനൊക്കെ അറിയാമെന്ന്? സാർ, ഡോക്ടർ ജഡ്കേയുടെ അടുത്ത് കുറച്ച് പേഴ്സണൽ കാര്യം പറയാനുണ്ടായിരുന്നു. സോറി. വരൂ ചിക്കൻ ചേട്ടാ, വരൂ. മോട്ടുജി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്താ പറയാ, പഴഞ്ചൊല്ല്, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്ത് പഴഞ്ചൊല്ല്? ഒരു സൈസ് പഴഞ്ചൊല്ല്. പൊളിക്കടുത്തല്ലോ, അത് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത്, എന്ത് ചൊല്ലാണെന്ന്. സോറി, പഴഞ്ചൊല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെൽക്കം, വെൽക്കം. ഓ, നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം സ്വാഗതം എന്നാണോ? വെൽക്കമിനെ സ്വാഗതം എന്നും പറയും. സ്വാഗതം. Watch India's largest kids library only on Jio Hotstar. Download the app now.